Good evening, dear students. കഴിഞ്ഞ ക്ലാസ്സിലെ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് നമ്മൾ പഠിച്ചു. 2 എക്സർസൈസസ് ചെയ്തു. മിഡിൽ ഇയറിൽ നിന്നും ഉള്ള ടൈം ഡീവിയേഷൻസ് എടുത്തിട്ട് 2 പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു. ഇന്ന് കുറച്ചുകൂടി അഡീഷണൽ ആയ എക്സസൈസസ് ചെയ്തു കഴിഞ്ഞാൽ ഈ മൊഡ്യൂള് അവസാനിക്കും. ഈ മൊഡ്യൂള് കുറച്ചുകൂടി ലെങ്തി ആണ്. വെരി ഇമ്പോർട്ടൻ്റ്, ആസ് ഐ ടോൾഡ് യു ഏർലിയർ, വെരി ഇമ്പോർട്ടൻ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്സാമിനേഷൻ. കാരണം ഇതിൽ നിന്ന് എസ്സേ ചോദിക്കും, ഷോർട്ട് ക്വസ്റ്റ്യൻസും എസ്സേ ഉണ്ടാവും. സോ ദിസ് മൊഡ്യൂൾ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ടി മൈനസ് മിഡിൽ ഇയർ എന്നാണ് വേണ്ടത്. ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയിരുന്നു. അപ്പോൾ അത് തിരുത്തിയിട്ട് ടൈം ഡീവിയേഷൻ, that is x can be calculated by using the equation t, time minus year minus middle year. t minus middle year is equal to x. അപ്പോൾ തെറ്റായി എഴുതിയത് തിരുത്തണം. So we are entering into the last phase of this module and also the last phase of the classes. കാരണം നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിക്കുന്നു. അപ്പോൾ നമ്മൾ 3 മൊഡ്യൂൾസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്തത്. കോറിലേഷൻ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, ദെൻ ടൈം സീരീസ് അനാലിസിസ്. ഇതിൽ ലാസ്റ്റ് ക്ലാസ് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ഡിഫറെൻ്റ് ആയ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ സെഷൻ അവസാനിക്കും. സോ എന്നെ ഈ ക്ലാസ് കൈകാര്യം ചെയ്യാൻ വിളിച്ച കാസർഗോഡ് SFI ജില്ലാ കമ്മിറ്റിക്ക് നന്ദി അറിയിക്കുന്നു. ഭാരവാഹികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ലോക്ക്ഡൗൺ സമയത്ത് റെഗുലർ ക്ലാസ്സുകൾ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ ക്ലാസ്സുകൾ ഓൺലൈനായി നൽകാൻ എടുത്ത തീരുമാനം വളരെ ഉചിതമായി. ഇത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അവരുടെ പാഠഭാഗങ്ങൾ തീരുമോ എന്ന അവരുടെ ഒരു പ്രയാസം തീർക്കുന്നതിനും ഉപകരിക്കും. തീർച്ചയായും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു ഘട്ടം വരുമ്പോൾ, ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ നമ്മൾ അത് തരണം ചെയ്യാൻ, മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞു തരുന്നതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ നടപടി. എന്നെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച എൻ്റെ പ്രിയ വിദ്യാർത്ഥി രാഹുലിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ 2 പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. 2 പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്തത് മിഡിൽ ഇയർ കണ്ടുപിടിച്ച് ആ മിഡിൽ ഇയറിൽ നിന്ന് ടൈം ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം നമ്മൾ ടൈം ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മിഡിൽ ഇയർ എടുത്താൽ ഡീവിയേഷൻസിന്റെ ടോട്ടൽ എപ്പോഴും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം when sigma x is equal to 0, when the total of the deviations is equal to 0, the calculation will be very simple. എന്നാൽ മിഡിൽ ഇയർ അല്ലാതെ തന്നെ എടുക്കാം. ടൈം ഡീവിയേഷൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ടൈം ഡീവിയേഷൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം എനി ഇയർ. ദാറ്റ് നീഡ് നോട്ട് ബി ദ മിഡിൽ ഇയർ. മിഡിൽ ഇയർ തന്നെ എടുക്കണം എന്നില്ല, പക്ഷേ ഏത് ഇയർ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ടൈം ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ മിഡിൽ ഇയർ എടുക്കാതെ മറ്റേതെങ്കിലും ഒരു ഇയർ
ഒരു ഒറിജിനൽ ഇയർ, ഒറിജിൻ എന്നാണ് പറയുക. That year is called the origin. So any year can be taken as the origin. That need not be the middle year. So for the sake of convenience and for making the calculations simple, it is better to take the middle year as the origin. Calculation എളുപ്പമാക്കാനും കൺവീനിയൻസിനും മിഡിൽ ഇയർ ആണ് ഒറിജിൻ ആയിട്ട് എടുക്കുന്നത് ഏറ്റവും നല്ലത്. പക്ഷെ മിഡിൽ ഇയർ തന്നെ എടുക്കണമെന്നില്ല. എനി ഇയർ ക്യാൻ ബി ടേക്കൺ ആസ് ദ ഒറിജിൻ. അങ്ങനെയാണെങ്കിൽ the method is somewhat different. We have to solve simultaneous equations. അങ്ങനെ വന്നാൽ നമ്മൾ simultaneous equation സോൾവ് ചെയ്യണം. അപ്പം അത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഈ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തില് ഒറിജിൻ എന്ന് പറയുന്നത് മിഡിൽ ഇയർ അല്ല. ബട്ട് വി ടേക്ക് എനി ഇയർ ആസ് ദ ഒറിജിൻ. സോ സീ ദ ക്വസ്റ്റ്യൻ. Compute the trend values by the method of least square using 2003 as the origin. Here the origin is given, that is the year 2003. ഈ ക്വസ്റ്റ്യനില് മിഡിൽ ഇയർ അല്ല ഒറിജിൻ. പ്രത്യേകം ശ്രദ്ധിക്കണം. The origin is given in the question. So the years are given starting from 2000 to 2010, and the profits in 1000 rupees: 17, 20, 19, 26, 24, 40, 35, 55, 51, 74 and 69. These are the values. So years are given and the values are given. Now let us see how this problem can be solved. As usual, let the year be taken as T. Year ne nammal T ആയിട്ട് എടുക്കുക, and the profits, that is the values, as Y. വർഷത്തിനെ കൊല്ലത്തിനെ T ആയും വാല്യൂസിനെ Y ആയി എടുക്കുക. അപ്പൊ നമുക്ക് ഇയറിന് പകരം T എഴുതാം, പ്രോഫിറ്റ്സിന് പകരം Y എഴുതാം. So we have T 2000, 2001, 2, 3, 4, 5, 6, 7, 8, 9, 10. Then the values Y: 17, 20, 19, 26, 24, 40, 35, 55, 51, 74 and 69. Here the origin is not the middle year. Actually 2, 4, 6, 8, 10, 11. There are 11 years. So naturally 2005 is the middle year, and we have to calculate time deviations from 2005. But here, as it is given in the question that the origin is 2003, we have to calculate time deviations from the origin, that is the middle year here proposed. നമ്മളിവിടെ മിഡിൽ ഇയർ ആയിട്ട് പ്രപ്പോസ് ചെയ്ത ഇയർ 2003-ൽ നിന്ന് വേണം നമ്മൾ ടൈം ഡീവിയേഷൻസ് മെഷർ ചെയ്യാൻ. സോ ഇവിടെ മിഡിൽ ഇയർ നിന്നല്ല ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒറിജിൻ വേറൊരു ഇയർ ആണ് തന്നിരിക്കുന്നത്, 2003. സോ ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് കോൾ ഇറ്റ് ആസ് മിഡിൽ ഇയർ and calculate the time deviations. How time deviations can be calculated? T minus middle year, that is X. So calculate the X. 2000 minus 2003 minus 3, 2001 minus 2003 minus 2, 2002 minus 2, 2003 minus 1, 2003 minus 2003, 0, 2004 minus 2003 plus 1, 2005 minus 2003 plus 2, 2006 minus 2003 plus 3, 2007 minus 2003 plus 4, 2008 minus 2003 plus 5, 2009 minus 2003 plus 6, 2010 minus 2003 plus 7. So we got all the X values, that is time deviations.
Now square the deviations. Square the time deviations. X square. Minus 3, the square of minus 3, 9, minus 2, 4, the square of minus 1, 1, the square of 0, 0, the square of plus 1, 1, the square of plus 2, 4, the square of 3, 9, the square of 4, 16, the square of 5, 25, the square of 6, 36, the square of 7, 49. So we got all the squared time deviations, x squares. Now multiply x with y. Multiply time deviations with the y values. So multiply minus 3 with 17, we get minus 51, minus 2 into 20, minus 40, minus 1 into 19, minus 19, 0 into 26, 26, plus 1 into 24, plus 24, plus 2 into 40, plus 80, plus 3 into 35, plus 105, plus 4 into 55, plus 220, plus 5 into 51, plus 255, plus 6 into 74, plus 444, plus 7 into 69, plus 483. So we got all the xy, that is x into y values. Now total the values. First we total y, the y value sigma y 430. Then total the time deviation, that is x, sigma x is equal to 22. Then total the squared time deviations x square. So the total is sigma x square, that is 154. Then total the xy, sigma xy, that is 1501. So we got all the totals. Then by using the totals, we can calculate the trend value. We can find out the trend value, trend equation. So let the trend equation be, remember the trend equation, yc is equal to a plus bx. And for determining the value of a, the normal equation is sigma y is equal to na plus b sigma x. By substituting the values in the equation, sigma y is equal to 430, 430 is equal to 11, n is equal to 11, 11a plus b into sigma x, that is 22. So for determining the value of b, the normal equation is sigma y is equal, sigma xy is equal to a sigma x plus b sigma x square. Sigma xy is equal to 1501. So 1501 is equal to a into x, sigma x, a into 22 plus b into sigma x square, that is 154. So we have two normal equations. 430 is equal to 11a plus b22 means 22b. That is the first equation. Then the second equation is 1501 is equal to 22a plus b154 can be written as 154b. That is the second equation. Now we can multiply the first equation by 2. ഒന്നാമത്തെ equation 2 കൊണ്ട് multiply ചെയ്താൽ we get 430 into 2, 860 is equal to 11a into 2, 22a plus 44b. That is the first equation. So 860 is equal to 22a plus 44b. That is the first equation. And take the second equation. 1501 is equal to 22a plus 154b. That is the second equation. Now, by subtracting the second equation from the first equation, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചാൽ, equation number 2 minus equation number 1, we get 1501 is equal to 22a plus 154b minus 860 is equal to 22a plus 44b. So we get 641 is equal to 22a minus 22a 0 plus 154b minus 44b 110b.
that is 641 is equal to 110b. Therefore, b is equal to 641 divided by 110, that is 5.82. Then by substituting the value of b in the first equation, that is 430 is equal to 11a plus 22b. In that equation, by substituting the value of b, we get 430 is equal to 11a plus 22 into b, 22 into 5.82. So we get 430 is equal to 11a plus 128.04. That is 430 minus 128.04 is equal to 11a. That is 301.96 is equal to 11a. Therefore, a is equal to 301.96 divided by 11. That is 27.45. So we got the value of a as 5.82 and the value of b as 27.45. Now, by substituting the value of a and b in the trend equation, the trend equation is yc is equal to a plus bx. ഈ എയും ബിയും, എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും ട്രെൻഡ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ട്രെൻഡ് ഇക്വേഷൻ നമുക്ക് ഓർമ്മ വേണം, yc is equal to a plus bx. അതിൽ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ yc is equal to 27.45 plus 5.82x. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വിവിധ എക്സിനുള്ള ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കാം. So the trend values can be calculated as, when x is equal to -3, yc is equal to 27.45 plus 5.82 into -3, 9.99. When x is equal to -2, yc is equal to 27.45 plus 5.82 into -2, the trend value is 15.81. X is equal to -1, yc is equal to 27.45 plus 5.82 into -1. So the trend value is 21.63. When x is equal to 0, yc is equal to 27.45 plus 5.82 into 0. So the trend value is 27.45. When x is equal to +1, yc is equal to 27.45 plus 5.82 into 1. So the trend value is 33.27. When x is equal to +2, yc is equal to 27.45 plus 5.82 into 2. That is the trend value is 39.09. When x is equal to +3, yc is equal to 27.45 plus 5.82 into 3. The trend value is 44.91. When x is equal to +4, yc is equal to 27.45 plus 5.82 into 4. So the trend value is 50.73. When x is equal to +5, yc is equal to 27.45 plus 5.82 into 5. The trend value is 56.55. When x is equal to +6, yc is equal to 27.45 plus 5.82 into 6. So the trend value is 62.37. When x is equal to +7, yc is equal to 27.45 plus 5.82 into 7. So the trend value is 68.19. So we got all the 11 trend values. So the trend values are increasing by a steady value of 5.82. അപ്പോൾ ഓരോ ട്രെൻഡ് വാല്യൂ 5.82 വെച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നത്. So as the theory says, the increase is steady, smooth, slow, progressing. അപ്പൊ ഇൻക്രീസ് ഇവിടെ ഓരോ ട്രെൻഡ് വാല്യൂവിൽ നിന്നും 5.82 വെച്ചിട്ടാണ് ഡിഫറൻസ് ലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. So this is the problem. So this is the problem which we solved by using simultaneous equation. This is also very important. Now we will do some more exercises. Find the trend equation from the following information. See the question. N is equal to 8, sigma y is equal to 47.8, sigma x is equal to -12, sigma x square is equal to 60, and
sigma xy is equal to 67.4. The values are given. We need not want to do calculations because the calculated values are given. So by using the values, we can calculate the trend equation, find out the trend equation, and then trend values. So let the trend equation, remember the trend equation, yc is equal to a plus bx. And for determining the value of a and b, the two normal equations are sigma y is equal to na plus b sigma x, and the second equation is sigma xy is equal to a sigma x plus b sigma x square. അപ്പോൾ a കണ്ടുപിടിക്കാൻ sigma y is equal to na plus b sigma x എന്ന ഇക്വേഷനും b കണ്ടുപിടിക്കാൻ sigma xy is equal to a sigma x plus b sigma x square എന്ന ഇക്വേഷനും ഉണ്ട്. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യത്തെ ഇക്വേഷനിലെ sigma y is equal to na plus b sigma x എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 47.8 is equal to 80a plus b into bx. b sigma x means b into minus 12. രണ്ടാമത്തെ ഇക്വേഷൻ sigma xy 67.4 is equal to a sigma x a into minus 12 plus b sigma x square b into 60. ഇക്വേഷൻ ഇങ്ങനെ വരും 47.8 is equal to 80a plus minus 12b. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ 67.4 is equal to minus 12a plus 60b. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So by multiplying the first equation by 5, we get ഒന്നാമത്തെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 47.8 into 5, 239, 8a into 5, 40a plus minus 12b into 5 minus 60b. That is the first equation. So the first equation is 239 is equal to 40a plus minus 60b. And the second equation, as usual, it is given 67.4 is equal to minus 12a plus 60b. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കിത് simultaneous equation ആണ്. So by using the two simultaneous equation, we can add both equations because 40a is positive and 12a is negative. See the value of b minus 60b and plus 60b. So by adding these two, b will be negative. So either a should be negative or b should be negative. a യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ b 0 ആവണം, not negative 0. Either a should be 0 or b should be 0. a കണ്ടുപിടിക്കാൻ b 0 ആവണം, b കണ്ടുപിടിക്കാൻ a 0 ആവണം. അപ്പൊ നമുക്ക് നോക്കാം. രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്താൽ 239 is equal to 40a plus minus 60b plus 67.4 is equal to minus 12a plus 60b. We get 306.4 is equal to 28a plus 0. That is 28a is equal to 306.4. Therefore a is equal to 306.4 divided by 28. That is equal to 10.94. Substituting the value of a in the second equation, രണ്ടാമത്തെ ഇക്വേഷനിൽ a യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 67.4 is equal to minus 12 into minus 12 into a minus 12 into 10.94 plus 60b. That is 67.4 is equal to minus 131.28 plus 60b. ഈ minus 31.28 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് 131.28 ആവും. So 67.4 plus 131.28 is equal to 60b. That is 198.68 is equal to 60b. Therefore b is equal to 198.68 divided by 60. That is 3.31. So substitute the value of a and b in the equation. The trend equation is yc is equal to 10.94 plus
3.31x. Yc is equal to a plus bx. So by substituting the value of a and b in the equation, we get yc is equal to 10.94 plus 3.31x. So this is the question. So this is the second problem. Now, one more topic need to be studied: shifting the origin. Shifting the origin means changing the middle year. Usually we calculate time deviations from the middle year. So find out the middle year and calculate the time deviations by using t minus middle year. But sometimes the middle year may be changed. It may be moved forward or backward. Middle year മുമ്പോട്ടോ പുറകിലോട്ടോ മാറ്റാം. അതിനെ പറയും that the process is called shifting the origin. When we move the middle year forward or backward in time, that process is called shifting the origin. And when we shift the origin either forward or backward, it may be forward or backward, മുമ്പോട്ടും പോകാം പുറകോട്ടും പോകാം. When we shift the origin in time, origin forward in time, മുന്നോട്ടാണെങ്കിൽ ഇപ്പൊ 2003 ആണ് നമ്മളെ ഒറിജിനൽ ബേസ് ഇയർ എങ്കിൽ അല്ലെങ്കിൽ മിഡിൽ ഇയർ ആയിട്ട് നമ്മൾ എടുത്തത്, അതിൽ 2005ലേക്ക് 2006ലേക്ക് പോകുന്നുവെങ്കിൽ ഫോർവേഡ് ആണ്. 2003യുടെ ഉള്ളിലേക്ക് 2000ലേക്ക് 2001ലേക്ക് വരുമ്പോൾ ബാക്ക്വേർഡ് ആയി. So when the origin is shifted forward in time, forward ആണെങ്കിൽ x ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. The value of x will increase. And when the origin is shifted backward in time, പുറകിലോട്ട് പോവുകയാണെങ്കിൽ the value of x will decrease. x ന്റെ വാല്യൂ കുറയും. മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ x ന്റെ വാല്യൂ കൂടും, പുറകോട്ടാണ് വരുന്നതെങ്കിൽ x ന്റെ വാല്യൂ കുറയും. ഇതാണ് ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ. Now let us do some problems on this. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഈ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുന്നത് പഠിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് മേ ബി ആസ്ക്ഡ് ആസ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. So see the question. Trend equation obtained is yc is equal to 21 plus 1.2x. yc is equal to 21 plus 1.2x. That is yc is equal to a plus px. എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു with 2000 is equal to 0. 2000 is equal to origin. 2000 is the middle year. മിഡിൽ ഇയർ 2000 വെച്ച് നമ്മൾ ടൈം ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ട്രെൻഡ് ഇക്വേഷൻ ആണ് yc is equal to 21 plus 1.2x. ഇനി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഫൈൻഡ് ദ ട്രെൻഡ് ഇക്വേഷൻ ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ ടു 1998. നമ്മുടെ ബേസ് ഒറിജിൻ 2000 ആയിരുന്നു. ബട്ട് നൗ വി ഹാവ് ടു ഷിഫ്റ്റ് ദ ഒറിജിൻ ടു 1998. വി ഹാവ് ടു ഷിഫ്റ്റ് ദ ഒറിജിൻ ബാക്ക്വേർഡ് ഇൻ ടൈം. പുറകിലോട്ട് പോകണം, മുന്നോട്ടല്ല, പുറകിലോട്ട് പോകണം. സോ ദ വാല്യൂ ഓഫ് എക്സ് വിൽ ഡിക്രീസ്. എക്സിന്റെ വാല്യൂ കുറയും. So let us solve this problem. Given the trend equation, yc is equal to 21 plus 1.2x. അതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. അത് 2000 ബേസ് ആയിട്ട് 2000 മിഡിൽ ഇയർ ആയിട്ട് ഒറിജിൻ ആയിട്ട് തന്നതാണ്. ഇനി നമ്മൾ ഇത് ഏതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം? 1998ലേക്ക്. 1998ലേക്ക് ബാക്ക്വേർഡ് ഇൻ ടൈം ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂവിൽ കുറവ് വരും. 2000ൽ നിന്ന് 1998ലേക്ക് പോകുമ്പോൾ -2 കുറയും. So for shifting the origin to 1998, replace x by x minus 2. അപ്പൊ നമ്മൾ ഇക്വേഷനിലെ എക്സിന് പകരം x minus 2 എഴുതണം. കാരണം എക്സിന്റെ വാല്യൂ 2 കണ്ട് കുറഞ്ഞു. So in the equation yc is equal to 21 plus 1.2x, replace
the x by x minus 2. കാരണം എക്സിന്റെ വാല്യൂവിൽ 2 കുറവ് വന്നിട്ടുണ്ട്. So by solving this, we get yc is equal to 21 plus 1.2 into x minus 2. That is 21 plus 1.2x minus 1.2 into 2. And solving this, we get 21 plus 1.2x minus 1.2 into 2, 2.4. Now, yc is equal to, trend equation is equal to 21 plus 1.2x minus 2.4 minus 2.4 21 എന്ന് കുറച്ചാൽ 18.x plus 1.2x. അപ്പോൾ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്താൽ, ഒറിജിൻ ബാക്ക്വേർഡ് ആയാൽ 2 കുറയും, എക്സിന്റെ വാല്യൂ 2 കുറഞ്ഞാൽ ഇക്വേഷൻ മാറിയിട്ട് ഇക്വേഷൻ വിൽ ബി 18.x plus 1.2x. Another problem, the trend of the annual sales of a company is described in the equation yc is equal to 12 plus 0.7x. Equation idane, yc is equal to 12 plus 0.7x. ഇനി പറഞ്ഞിരിക്കുന്നു ഒറിജിൻ ജൂലൈ 2008 ആണ്, മിഡിൽ ഇയർ ആയിട്ട് എടുത്തത് ജൂലൈ 2008 ആണ്. എക്സിന്റെ യൂണിറ്റ് 1 ഇയർ ആണ്. സോ ദ കാൽക്കുലേഷൻസ് ആർ ഡൺ ഓൺ ആനുവൽ ബേസിസ്. വർഷം ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയത്. പക്ഷെ നമ്മൾ എടുത്ത ഒറിജിൻ ജൂലൈ 2008 ആണ്. ആൻഡ് വൈയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആനുവൽ പ്രൊഡക്ഷൻ ആണ്. വാല്യൂസ് ആനുവൽ പ്രൊഡക്ഷൻ. ഷിഫ്റ്റ് ദ ഒറിജിൻ ടു ജാനുവരി 2008. നമ്മളോട് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു എങ്ങോട്ട്? ജാനുവരി 2008. നമ്മുടെ ഒറിജിൻ ആക്ച്വൽ ആയിട്ട് ഉണ്ടായിരുന്നത് ജൂലൈ 2008 ആണ്. ദാറ്റ് ഈസ് ടു ബി ഷിഫ്റ്റഡ് ടു ജാനുവരി 2008. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജൂലൈ 2008 ഒറിജിൻ ജാനുവരി 2008 മാറ്റുമ്പോൾ 1 വർഷം വരുന്നില്ല. എത്ര ബാക്ക്വേർഡ് ഇൻ ടൈം ആണ്? എത്രയാണ് നമ്മൾ കുറയുന്നത്? 6 മാസം അല്ലെങ്കിൽ 0.5 ഇയർ, അര വർഷം. 6 മാസം, ഹാഫ് ഇയർ, അര വർഷമാണ് കുറയുന്നത്. 1/2 ഇയർ അല്ലെങ്കിൽ 0.5 ഇയർ. അപ്പൊ എക്സിന്റെ വാല്യൂവിൽ നിന്ന് 0.5 കുറയും, കാരണം 6 മാസം കുറയും. സോ ഗിവൺ ദ ട്രെൻഡ് ഇക്വേഷൻ yc is equal to 12 plus 0.7x. For shifting the origin from July 2008 to January 2008, replace x മാറ്റിയിട്ട് x minus 0.5 ആക്കണം. കാരണം എക്സിന്റെ വാല്യൂവിൽ നിന്ന് 0.5 കുറയും. So yc is equal to 12 plus 0.7 into x minus 0.5. That is yc is equal to 12 plus 0.7x. 7 common ആയതുകൊണ്ട് 0.7x minus 0.7 into 0.5. That is yc is equal to 12 plus 0.7x minus 0.35. 0.7 into x, 0.7x, 0.7 into 0.5, 0.35. So the trend equation should be yc is equal to 11.65 plus 0.7x. So the trend equation is yc is equal to 11.65 plus 0.7x. This is the second question. And we will do one more question. Given the trend equation, yc is equal to 35 plus 5x plus 3x square. ഇതാണ് question. yc is equal to 35 plus 5x plus 3x square. Origin 1999. Base year, origin year അല്ലെങ്കിൽ മിഡിൽ ഇയർ ആയിട്ട് എടുത്തിരിക്കുന്നത് 1999 ആണ്. എക്സ് യൂണിറ്റ്, ഇയറിന്റെ പ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ വാല്യൂസിന്റെ യൂണിറ്റ് 1 ഇയർ ആണ്. ഇയറിന്റെ യൂണിറ്റ് 1 ഇയർ ആണ്. ഷിഫ്റ്റ് ദ ഒറിജിൻ ഓഫ് ദ ഇക്വേഷൻ ടു 2005. 2005 ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യണം. സോ ദ ഒറിജിൻ ഹാസ് ടു ബി ഷിഫ്റ്റഡ് ഫോർവേഡ് ഇൻ ടൈം. ഫോർവേഡ് ഇൻ ടൈം ആണ്, മുന്നോട്ടാണ്. എത്ര വാല്യൂസ്
എത്ര years മുന്നോട്ടാണ്? 6 years ആണ്. So replace x by x plus 6. So for shifting the origin from 1999 to 2005, replace x by x plus 6. ഇപ്പൊ x എവിടെ ഉണ്ടോ അവിടെയൊക്കെ x plus 6 എഴുതണം. അപ്പൊ ഇക്വേഷൻ ഇതാണ്. yc is equal to 35 plus 5 into x plus 6 plus 3 into x plus 6 the whole square. x ഉള്ളിടത്തെല്ലാം x plus 6 ആക്കുക. So the result will be yc is equal to 35 plus 5x plus 30, 5 into x plus 5 into 6, 5x plus 30 plus 3 into x plus 6 whole square. Now we remember a plus b whole square is equal to a square plus 2ab plus b square. So in the same way, x plus 6 whole square can be solved. 3 is common. 3 into x square a square plus 2ab, 2 into x plus 6. So 6 into 2, 12x. 12x, 2ab, 2 into a into b, 2ab, 12 plus x plus b square, 6 square, 36. That is 35 plus 5x plus 30 plus 3x square, because 3 is common, 3x square, 12x into 3, 36x plus 36 into 3, 108. So the result is 35 plus 5x plus 30 plus 3x square plus 36 into 36x plus 108. So the trend equation will be yc is equal to 173 plus 41x plus 3x square. So this is the last question. So shifting of origin is very important. A question may be asked for 3 marks. So see the 3 questions and also see the problems which we have solved while discussing the earlier classes. So ഇതിലെ ലിസ്റ്റ് സ്ക്വയർ മെത്തേഡിലെ ആദ്യത്തെ 2 പ്രോബ്ലം മിഡിൽ ഇയർ എടുത്തിട്ടാണ്. മൂന്നാമത്തെ പ്രോബ്ലം ക്വസ്റ്റ്യനിൽ തന്ന ഇയർ ബേസ് ഇയർ ആയിട്ട് ഒറിജിൻ ആയിട്ട് എടുത്തിട്ടാണ്. അതിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ട്രെൻഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ പ്രോബ്ലംസ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, അതും ചെയ്ത് പഠിക്കുക. തിയറി നന്നായിട്ട് വായിക്കുക, എല്ലാ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. So we have covered all the topics, that is all the 3 modules, and I hope I have covered almost all the topics as per the syllabus. സിലബസ് പ്രകാരമുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിയറി പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രോബ്ലം ചെയ്തു തന്നിട്ടുണ്ട്, അഡീഷണൽ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, വെറൈറ്റി ആയ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. എക്സാമിനേഷനിൽ വരാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആദ്യം തൊട്ട് എല്ലാ പാഠഭാഗവും 2-3 തവണ കേൾക്കുകയും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. സോ wish all the students a very good examination and hope that you will score high marks in this subject. So thank you all for listening me, and also I extend my thanks to the SFI unit of Kasaragod District Committee, the office bearers, and also to Mr. Rahul, my beloved students. Thank you all.